വളരെ കൂൾ ആയൊരു ബ്രാൻഡിനെ സങ്കല്പിക്കാം. ആക്ച്വലി അതിന്റെ പേര് തന്നെ ദി കൂളസ്റ്റ് വൺ എന്നാണ്. ഒരിക്കൽ ഇന്ത്യൻ അടുക്കളകളെ കീഴടക്കിയ അത് ഒരു ഗുഡ് ബൈ പോലും പറയാതെ അപ്രത്യക്ഷമായി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി തിരിച്ചു വന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇതൊരു ഫ്രിഡ്ജിന്റെ കഥ മാത്രമല്ല, ഇത് ഉയർച്ചയുടെയും തകർച്ചയുടെയും പുനരുജ്ജീവനത്തിന്റെയും കഥയാണ്. നമുക്ക് കെൽവിനേറ്ററിലേക്കുള്ള വാതിൽ തുറക്കാം. ഹലോ എവരിവൺ, ഐ എം രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇന്ത്യയിലെ കെൽവിനേറ്റർ ബ്രാൻഡിന്റെ യഥാർത്ഥ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഇത് ആദ്യകാല വിജയത്തിന്റെയും സ്ട്രഗ്ലിംഗ് ടൈമിന്റെയും ഒരു പുതിയ തുടക്കത്തിന്റെയും കഥയാണ്. കെൽവിനേറ്റർ എന്നത് അറിയപ്പെടുന്ന ഒരു പേരാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ഹോം അപ്ലയൻസ് മാർക്കറ്റ് ഭരിച്ചിരുന്ന കമ്പനിയായിരുന്നു അത്. അതിന്റെ യാത്രയിൽ ഉയർച്ച താഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ന് കെൽവിനേറ്റർ എങ്ങനെ ആരംഭിച്ചു, വളർന്നു, ക്ഷയിച്ചു, വീണ്ടും തിരിച്ചു വന്നു എന്നതിന്റെ കഥ മനസ്സിലാക്കാം. കാലത്തിനും മത്സരത്തിനുമനുസരിച്ച് ബ്രാൻഡുകൾ എങ്ങനെ മാറുന്നു എന്ന് ഈ കഥ കാണിക്കുന്നു. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വെരി ബിഗിനിങ്. കെൽവിനേറ്റർ വളരെ കാലം മുമ്പ് 1914 ആരംഭിച്ചത്. അമേരിക്കയിലെ മിഷിഗണിലെ ഡെട്രോയിറ്റിലാണ് ഇത് ആരംഭിച്ചത്. അക്കാലത്ത് കമ്പനിയെ ഇലക്ട്രോ ഓട്ടോമാറ്റിക് റെഫ്രിജറേറ്റിംഗ് കമ്പനി എന്നാണ് വിളിച്ചിരുന്നത്. നഥാനിയൽ ബി വെയിൽസ് എന്ന എഞ്ചിനീയറാണ് ഇത് ആരംഭിച്ചത്. അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ആശയമുണ്ടായിരുന്നു. വീട്ടുപയോഗത്തിനായി ഒരു റെഫ്രിജറേറ്റർ നിർമ്മിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നഥാനിയൽ ആൽഫ്രഡ് മെല്ലോസ് എന്ന വ്യക്തിയോടൊപ്പം ഇതിനായി പ്രവർത്തിച്ചു. അങ്ങനെ അവർ വീട്ടാവശ്യത്തിനായി ആദ്യത്തെ ഇലക്ട്രിക് റെഫ്രിജറേറ്റർ നിർമ്മിച്ചു. സാമ്പത്തിക സഹായം ലഭിച്ചത് അർണോൾഡ് എച്ച് ഗോസിൽ എന്നയാളിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പിന്തുണ ഈ പദ്ധതി ആരംഭിക്കാൻ സഹായിച്ചു. 1916 ഫെബ്രുവരിയിൽ കമ്പനിയുടെ പേര് മാറ്റി. അത് കെൽവിനേറ്റർ കമ്പനിയായി മാറി. ലോർഡ് കെൽവിനുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകിയത്. പ്രശസ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു ലോർഡ് കെൽവിൻ. അബ്സലൂട്ട് സീറോ എന്ന ആശയം കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. കേവല പൂജ്യം അഥവാ അബ്സലൂട്ട് സീറോ എന്ന താപനിലയിൽ ചലനമോ താപമോ ഇല്ല. സീറോ കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -460 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ അബ്സലൂട്ട് സീറോ സംഭവിക്കുന്നു. പുതിയ പേര് അവയുടെ കൂളിംഗ് സ്ട്രെങ്ത്തിന്റെ സയന്റിഫിക് സൈഡ് കാണിക്കുന്നതിനായിരുന്നു. കെൽവിനേറ്റർ ഒരു സെപ്പറേറ്റ് കൂളിംഗ് യൂണിറ്റ് ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഈ യൂണിറ്റ് ഐസ് ബോക്സിനുള്ളിൽ നിർമ്മിച്ചതല്ല, പകരം അത് ഒരു ബേസ്മെന്റ് പോലെയുള്ള മറ്റൊരു മുറിയിലാണ് സ്ഥാപിച്ചത്. 1918 അവർ ഒരു വലിയ ചുവടുവെപ്പ് നടത്തി. ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ഉള്ള ആദ്യത്തെ റെഫ്രിജറേറ്റർ അവർ അവതരിപ്പിച്ചു. ഇതൊരു മേജർ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. 1923 ആയപ്പോഴേക്കും കെൽവിനേറ്റർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വിപണിയെ നയിച്ചു. ഇലക്ട്രിക് റെഫ്രിജറേറ്റർ വിപണിയുടെ ഏകദേശം 80% അവർക്കാണ് ഉണ്ടായിരുന്നത്. ഈ ആദ്യകാല വിജയം അവരുടെ ആശയങ്ങൾ പ്രവർത്തിച്ചുവെന്ന് കാണിച്ചു. കെൽവിനേറ്റർ അവിടെ കൊണ്ട് നിന്നില്ല, അവർ വളർന്നുകൊണ്ടിരുന്നു. 1926 കെൽവിനേറ്റർ ലിയനാർഡോ റെഫ്രിജറേറ്റർ എന്ന കമ്പനി വാങ്ങി. ലിയോനാർഡ് സ്റ്റൈലിഷും ഉയർന്ന നിലവാരമുള്ളതുമായ റെഫ്രിജറേറ്ററുകൾ നിർമ്മിച്ചു. ഈ വാങ്ങൽ കെൽവിനേറ്ററിന് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചോയ്സുകൾ വാഗ്ദാനം ചെയ്യാൻ അനുവദിച്ചു. ഇപ്പോൾ അവർക്ക് ബജറ്റ് പ്രീമിയം വിപണികളിൽ സേവനം നൽകാൻ കഴിയുന്നു. 1937 കെൽവിനേറ്റർ നാഷ് മോട്ടോർ കമ്പനിയുമായി ലയിച്ചു. അവർ നാഷ് കെൽവിനേറ്റർ കോർപ്പറേഷനായി മാറി. ഈ ലയനം വളരെ പ്രധാനമായിരുന്നു. രണ്ട് കമ്പനികളിലെയും മികച്ചവയെ ഇത് സംയോജിപ്പിച്ചു. കൂടുതൽ വിഭവങ്ങളിലേക്കും പുതിയ ആശയങ്ങളിലേക്കും കെൽവിനേറ്ററിന് പ്രവേശനം ലഭിച്ചു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പല കമ്പനികളും അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റി. കെൽവിനേറ്ററും മാറി. അവർ വിമാന ഭാഗങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ ചില ഹെലികോപ്റ്റർ ഭാഗങ്ങൾ പോലും നിർമ്മിക്കുകയും ചെയ്തു. ഇത് അവർക്ക് പ്രയാസകരമായ സമയങ്ങളിൽ പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് തെളിയിച്ചു. യുദ്ധത്തിന് ശേഷം അവർ വീട്ടുപകരണങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് മടങ്ങി. 1954 മറ്റൊരു ലയനം നടന്നു. നാഷ് കെൽവിനേറ്റർ ഹഡ്സൺ മോട്ടോഴ്സുമായി ചേർന്ന് അമേരിക്കൻ മോട്ടോഴ്സ് കോർപ്പറേഷൻ അഥവാ AMC രൂപീകരിച്ചു. പിന്നീട് AMC 1968 കെൽവിനേറ്റർ വൈറ്റ് കൺസോളിഡേറ്റഡ് ഇൻഡസ്ട്രീസിന് വിറ്റു. ഒടുവിൽ 1986 സ്വീഡിഷ് കമ്പനിയായ AB ഇലക്ട്രോണിക്സ് വൈറ്റ് കൺസോളിഡേറ്റഡ് ഇൻഡസ്ട്രീസ് വാങ്ങി. ഇങ്ങനെയാണ് കെൽവിനേറ്റർ ഇലക്ട്രോണിക്സിന്റെ ഭാഗമായത്. അപ്പോഴും കെൽവിനേറ്റർ പുതിയതല്ലായിരുന്നു. അതിന് ഇതിനകം ഒരു അന്താരാഷ്ട്ര സാന്നിധ്യമുണ്ടായിരുന്നു. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അർജന്റീന, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ ഇത് ആരംഭിച്ചിരുന്നു. ഇത് ഇന്ത്യയിലെ പിന്നീടുള്ള യാത്രയ്ക്ക് വേദിയൊരുക്കി. 1960 കെൽവിനേറ്റർ ഇന്ത്യയിൽ പ്രവേശിച്ചു. കമ്പനി കെൽവിനേറ്റർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചു. ഇതൊരു പുതിയ ചുവടുവെപ്പായിരുന്നു. ഇന്ത്യ വ്യവസായവൽക്കരിക്കാൻ ആഗ്രഹിച്ച ഒരു രാജ്യമായിരുന്നു. സർക്കാർ പ്രാദേശിക ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ചു. USA കെൽവിനേറ്റർ ഇന്റർനാഷണൽ കോർപ്പറേഷനുമായി കെൽവിനേറ്റർ ഒരു കരാറുണ്ടാക്കി. അവർ പ്രാദേശിക ഫാക്ടറികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അവർ റെഫ്രിജറേറ്ററുകൾ, കംപ്രസറുകൾ, മറ്റ് ഭാഗങ്ങൾ എന്നിവ ഇന്ത്യയിൽ നിർമ്മിച്ചു. പ്രാദേശിക ഉൽപാദനം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഉൽപാദനം നൽകി. ബെറ്റർ ടെക്നോളജി ട്രാൻസ്ഫർ എന്നും ഇതിനർത്ഥമാക്കാം.
ഇന്ത്യൻ വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു കെൽവിനേറ്റർ ലക്ഷ്യമിട്ടത്. പ്രാദേശിക ബ്രാൻഡുകളുമായി മത്സരിക്കാനും ഉയർന്ന നിലവാരം നൽകാനും അവർ ആഗ്രഹിച്ചു. തുടക്കത്തിൽ കെൽവിനേറ്റർ ഇന്ത്യയിൽ ഒരു വിശ്വസനീയമായ നാമമായി മാറി. ഗുഡ് കൂളിംഗ്, സ്ട്രോങ് കംപ്രസറുകൾ എന്നിവ കാരണം ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഓർമ്മിച്ചു. അവരുടെ റെഫ്രിജറേറ്ററുകൾ വളരെ ജനപ്രിയമായിരുന്നു. ആ ആദ്യകാലങ്ങളിൽ അധികം എതിരാളികൾ ഉണ്ടായിരുന്നില്ല. കെൽവിനേറ്റർ പെട്ടെന്ന് അതിന്റെ ഇമേജ് വളർത്തി. ദി കൂളസ്റ്റ് വൺ എന്ന അവരുടെ പ്രശസ്തമായ ടാഗ്ലൈൻ പല വീടുകളിലും കേട്ടു. ഈ സിമ്പിൾ ടാഗ്ലൈൻ കെൽവിനേറ്റർ എന്നതിനെ ഓർമ്മിക്കാൻ ആളുകളെ സഹായിച്ചു. അത് വിശ്വസനീയവും ഫലപ്രദവുമായ തണുപ്പിന്റെ പ്രതീകമായി മാറി. ബ്രാൻഡിന്റെ ശക്തമായ സാന്നിധ്യം വർഷങ്ങളോളം നീണ്ടുനിന്നു. 1970കളിലും 1980കളിലുമായിരുന്നു ഏറ്റവും ഉയർന്ന കാലഘട്ടം. അക്കാലത്ത് ഇന്ത്യൻ റെഫ്രിജറേറ്റർ വിപണിയിലെ മുൻനിര പേരുകളിൽ ഒന്നായിരുന്നു കെൽവിനേറ്റർ. ഒരു ഘട്ടത്തിൽ വിപണിയുടെ 14%-ലധികം ഇതിന് ഉണ്ടായിരുന്നു. പല വീടുകളിലും കെൽവിനേറ്റർ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിച്ചിരുന്നു. കമ്പനി നല്ല വിറ്റുവരവും നേടി. ഡയറക്ട് കൂൾ റെഫ്രിജറേറ്റർ വിഭാഗത്തിൽ 2000 ആകുമ്പോഴേക്കും കെൽവിനേറ്റർ വിപണി വിഹിതത്തിന്റെ ഏകദേശം 20% കൈവശം വെച്ചിരുന്നു. 2001 പോലും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബ്രാൻഡായിരുന്നു ഇത്. ശക്തമായ വിൽപ്പനയും വ്യാപകമായ ജനപ്രീതിയുമുള്ള സമയമായിരുന്നു ഇത്. കെൽവിനേറ്റർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ മാത്രമല്ല ആശ്രയിച്ചിരുന്നത്, മാർക്കറ്റിംഗിലും അവർ നിക്ഷേപം നടത്തി. 2000 പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരനായ ആദം ഗിൽക്രിസ്റ്റുമായി അവർ ഒരു എൻഡോഴ്സ്മെന്റ് കരാറിൽ ഏർപ്പെട്ടു. ഈ കരാർ ബ്രാൻഡിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് കെൽവിനേറ്ററിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ആളുകൾ ബ്രാൻഡിനെ വിശ്വസിക്കുകയും അതിന്റെ ഗുണനിലവാരം ഓർമ്മിക്കുകയും ചെയ്തു. എന്നിരുന്നാലും വിപണി മാറാൻ തുടങ്ങി. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തുറന്നു. ഇത് നിരവധി പുതിയ കമ്പനികളെ വിപണിയിലേക്ക് കൊണ്ടുവന്നു. ആഗോള ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. മത്സരം കൂടുതൽ കഠിനമായി. ഗോദ്രേജ്, ആൽവിൻ തുടങ്ങിയ സ്ഥാപിത പ്രാദേശിക ബ്രാൻഡുകൾ വളരെ കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇതിനകം തന്നെ ഉപഭോക്താക്കളിൽ വിശ്വാസം വളർത്തിയെടുത്തിരുന്നു. വേൾപൂൾ, LG, സാംസങ് തുടങ്ങിയ പുതിയ കമ്പനികൾ വിപണിയിൽ പ്രവേശിച്ചു. അവർ പുതിയ സാങ്കേതിക വിദ്യയും ആധുനിക ഡിസൈനുകളും കൊണ്ടുവന്നു. അവർക്ക് അഗ്രസീവ് പരസ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഘടകങ്ങളെല്ലാം പഴയ ബ്രാൻഡുകൾക്ക് അവരുടെ മുൻതൂക്കം നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാക്കി. 1995 വേൾപൂൾ ഒരു വലിയ ചുവടുവെപ്പ് നടത്തി. വേൾപൂൾ ഇന്ത്യ കെൽവിനേറ്റർ ഇന്ത്യയെ ഏറ്റെടുത്തു. വേൾപൂളിന് ഒരു റെഡി ബ്രാൻഡ് നെയിമും നല്ലൊരു ഡീലർ നെറ്റ്വർക്കും നൽകുന്നതിനായിരുന്നു ഈ നീക്കം. അതേസമയം ഗോദ്രേജ്, GE, വോൾട്ടാസ് തുടങ്ങിയ മറ്റു ബ്രാൻഡുകളും ശക്തമായി മത്സരിച്ചു. ആധുനിക സവിശേഷതകളും ആകർഷകമായ ഡിസൈനുകളും ഉപയോഗിച്ച് ദക്ഷിണ കൊറിയൻ ബ്രാൻഡുകളായ LGയും സാംസങ്ങും ശക്തമായ എതിരാളികളായി. ഈ ബ്രാൻഡുകൾ നിരവധി ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ഹൃദയം കീഴടക്കി. ഫ്രോസ്റ്റ് ഫ്രീ ടെക്നോളജിയും എനർജി എഫിഷ്യൻസിയും അവർ വാഗ്ദാനം ചെയ്തു. അവ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിരുന്നു. പതുക്കെ വിപണി ഈ പുതിയ സാങ്കേതിക വിദ്യകളെ ഫേവർ ചെയ്യാൻ തുടങ്ങി. ഈ മാറ്റം കെൽവിനേറ്ററിന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാക്കി. കെൽവിനേറ്റർ നിരവധി വെല്ലുവിളികൾ നേരിട്ടു. ഉടമസ്ഥതയിലെ പതിവ് മാറ്റമായിരുന്നു ഒരു പ്രധാന പ്രശ്നം. ബ്രാൻഡ് ഒരു ഉടമയിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറി. ഓരോ മാറ്റവും ഒരു പുതിയ തന്ത്രം കൊണ്ടുവന്നു. ഈ പൊരുത്തക്കേട് ദീർഘകാല ആസൂത്രണം ബുദ്ധിമുട്ടാക്കി. ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപങ്ങൾ സ്ഥിരമായിരുന്നില്ല. ഇന്ത്യയിൽ കെൽവിനേറ്റർ ബ്രാൻഡ് വളർത്തുന്നതിൽ കാര്യമായ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. 1996 വേൾപൂളിന്റെ ഏറ്റെടുക്കൽ ബാലൻസ് ഓഫ് പവർ മാറ്റിമറിച്ചു. വേൾപൂൾ സ്വന്തം ബ്രാൻഡ് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിച്ചു. കെൽവിനേറ്ററിൽ അവർ അധികം നിക്ഷേപിച്ചില്ല. ആഗോളതലത്തിൽ കെൽവിനേറ്റർ സ്വന്തമാക്കിയിരുന്ന ഇലക്ട്രോളക്സ് ഇന്ത്യൻ വിപണിക്കായി അധിക ഫണ്ടുകൾ നൽകിയില്ല. അവരുടെ ശ്രദ്ധ അവരുടെ പേരന്റ് ഇലക്ട്രോളക്സ് ബ്രാൻഡിലേക്ക് മാറി. ഈ ഘടകങ്ങൾ മന്ദഗതിയിലുള്ള ഇടിവിന് കാരണമായി. കെൽവിനേറ്ററിന്റെ വിപണി വിഹിതം കുറയാൻ തുടങ്ങി. ശക്തമായ പാരമ്പര്യവും വിശ്വസ്തരായ ഉപഭോക്താക്കളും ഉണ്ടായിരുന്നിട്ടും ബ്രാൻഡിന് എതിരാളികളിൽ നിന്നുള്ള ദ്രുതഗതിയിലുള്ള നൂതനാശയങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. 2005 ആയപ്പോഴേക്കും ഇന്ത്യയിൽ കെൽവിനേറ്ററിന്റെ വിൽപ്പന നിർത്താൻ ഇലക്ട്രോളക്സ് തീരുമാനിച്ചു. ഇതൊരു കഠിനമായ തീരുമാനമായിരുന്നു. എന്നിട്ടും കെൽവിനേറ്ററിന് ഇപ്പോഴും വിപണി വിഹിതത്തിന്റെ 14%-ലധികം ഉണ്ടായിരുന്നു. പലരും അത് നഷ്ടമായ ഒരു അവസരമായി കരുതി. എന്നാൽ ബ്രാൻഡുകൾ ഏകീകരിക്കുന്നതിനാണ് തന്ത്രപരമായ നീക്കം നടത്തിയത്. ഇന്ത്യൻ വിപണിയിൽ ഒരൊറ്റ ബ്രാൻഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇലക്ട്രോളക്സ് ആഗ്രഹിച്ചു. കഥ അവിടെ അവസാനിച്ചില്ല. 2019 കെൽവിനേറ്റർ ഇന്ത്യയിൽ തിരിച്ചുവരവ് നടത്തി. പുതിയ ലൈസൻസിംഗ് കരാറിലൂടെയാണ് ഈ പുനരുജ്ജീവനം ഉണ്ടായത്. റിലയൻസ് റീറ്റെയിൽ ഇലക്ട്രോളക്സുമായി കൈകോർത്തു. ഈ കരാറിന് കീഴിൽ കെൽവിനേറ്റർ ബ്രാൻഡിനുള്ള ഒരു പ്രത്യേക ദീർഘകാല ലൈസൻസ് റിലയൻസ് റീറ്റെയിലിന് ലഭിച്ചു. കരാർ 1 ദശാബ്ദത്തിലേറെ നീണ്ടു നിൽക്കും. ഇന്ത്യയിൽ കെൽവിനേറ്റർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ചുമതല റിലയൻസ് റീറ്റെയിൽ ഏറ്റെടുക്കുന്നു. അവർ ലോക്കൽ തേർഡ് പാർട്ടി മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള ഒരു ടൈഅപ്പിൽ പ്രവർത്തിക്കുന്നു. ഇത് ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ നയവുമായി നന്നായി യോജിക്കുന്നു. ചെലവ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. കെൽവിനേറ്റർ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ റിലയൻസ് റീറ്റെയിൽ തങ്ങളുടെ ശക്തമായ ശൃംഖല ഉപയോഗിക്കുന്നു.
ഈ ഉൽപ്പന്നങ്ങൾ റിലയൻസ് ഡിജിറ്റൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. മറ്റു പ്രധാന കൺസ്യൂമർ ഡ്യൂറബിൾ ഔട്ട്ലെറ്റുകൾ വഴിയും ഇവ വിൽക്കപ്പെടുന്നു. പുതിയൊരു ഇമേജുമായി ബ്രാൻഡ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. വർഷങ്ങളായി വളരെയധികം മാറിയ ഒരു വിപണിയെ സേവിക്കാൻ ഇത് തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് കെൽവിനേറ്റർ ഇന്ത്യയിൽ വിവിധ തരം വീട്ടുപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷണറുകൾ, എയർ കൂളറുകൾ, ചെറിയ അടുക്കള ഉപകരണങ്ങൾ എന്നിവ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നു. ഓരോ ഉൽപ്പന്നവും ആധുനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. റെഫ്രിജറേറ്ററുകൾ വ്യത്യസ്ത തരങ്ങളിൽ ലഭ്യമാണ്. ഡയറക്ട് കൂൾ, ഫ്രോസ്റ്റ് ഫ്രീ, സൈഡ് ബൈ സൈഡ് മോഡലുകളിൽ ലഭിക്കുന്നു. വാഷിംഗ് മെഷീനുകൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ് വേർഷൻസ് ലഭ്യമാണ്. ചില മോഡലുകൾ സെമി ഓട്ടോമാറ്റിക് കൂടിയാണ്. എയർ കണ്ടീഷണറുകൾ സ്പ്ലിറ്റ് വിൻഡോ തരങ്ങളിൽ ലഭ്യമാണ്. എയർ കൂളറുകൾ വിവിധ മോഡലുകളിലും ലഭ്യമാണ്. പേഴ്സണൽ വിൻഡോ ടവർ കൂളറുകളും ലഭ്യമാണ്. കൊമേഴ്ഷ്യൽ എയർ കൂളറുകൾ പോലും ഈ നിരയുടെ ഭാഗമാണ്. കൂടാതെ കെൽവിനേറ്റർ ചെറിയ ഉപകരണങ്ങൾ വിൽക്കുന്നു. ഇലക്ട്രിക് കെറ്റിലുകൾ, മിക്സർ ഗ്രൈൻഡറുകൾ, വാട്ടർ ഹീറ്ററുകൾ, ഡ്രൈ അയണുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വിശ്വസനീയമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മിക്ക ഗാർഹിക ആവശ്യങ്ങളും നിറവേറ്റുക എന്നതാണ് ലക്ഷ്യം. കെൽവിനേറ്ററിന്റെ പ്രധാന പങ്കാളിയാണ് റിലയൻസ് ഡിജിറ്റൽ ഇപ്പോൾ. ഉൽപ്പന്നങ്ങൾ ഓൺലൈനിലും ലഭ്യമാണ്. സ്മാർട്ട് ട്രിക്സ്, ഗാഡ്ജറ്റ്സ് 360 പോലുള്ള വെബ്സൈറ്റുകൾ കെൽവിനേറ്റർ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഒഫീഷ്യൽ കെൽവിനേറ്റർ ഇന്ത്യ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 1970കളിലും 80കളിലും കെൽവിനേറ്റർ വളരെ ജനപ്രിയമായിരുന്നു. റെഫ്രിജറേറ്റർ വിപണിയുടെ വലിയൊരു പങ്ക് അവർ കൈവശപ്പെടുത്തി. അവരുടെ വിൽപ്പന ശക്തമായിരുന്നു. പലരും ബ്രാൻഡിനെ വിശ്വസിച്ചു. എന്നാൽ 1990കളിൽ വിപണി മാറാൻ തുടങ്ങി. പുതിയ ആഗോള ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് കടന്നു. അവർ ആധുനിക സവിശേഷതകളും അഗ്രസീവ് മാർക്കറ്റിംഗും കൊണ്ടുവന്നു. അതേസമയം കെൽവിനേറ്റർ ഉടമസ്ഥതയിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ നേരിട്ടു. ഇത് അസ്ഥിരമായ നിക്ഷേപത്തിനും തന്ത്രത്തിനും കാരണമായി. 1995ലും 96ലും വേൾപൂളിന്റെ ഏറ്റെടുക്കൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. വേൾപൂൾ സ്വന്തം ബ്രാൻഡ് വളർത്താൻ ആഗ്രഹിച്ചു. അവർ കെൽവിനേറ്ററിൽ വേണ്ടത്ര നിക്ഷേപം നടത്തിയില്ല. ആഗോള ഉടമയായ ഇലക്ട്രോണിക്സും കെൽവിനേറ്ററിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. ഈ ഘടകങ്ങൾ ബ്രാൻഡിന്റെ പ്രകടനത്തിൽ ഇടിവുണ്ടാക്കി. കെൽവിനേറ്ററുടെ കഥ നമ്മെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ശക്തമായ പ്രാദേശിക ഉൽപാദനത്തിന്റെ മൂല്യമാണ് ഒരു പാഠം. ഇന്ത്യയിൽ ഉൽപാദനം സ്ഥാപിക്കുന്നത് ബ്രാൻഡിന് അതിന്റെ വില കുറയ്ക്കാൻ സഹായിച്ചു. മികച്ച സാങ്കേതിക കൈമാറ്റത്തിനും ഇത് വഴിയൊരുക്കി. സ്ഥിരമായ നിക്ഷേപത്തിന്റെ പ്രാധാന്യമാണ് മറ്റൊരു പാഠം. ഉടമസ്ഥതയിലെ പതിവ് മാറ്റങ്ങൾ ഒരു ബ്രാൻഡിനെ ദോഷകരമായി ബാധിക്കും. ശാശ്വതമായ ഒരു വിപണി സാന്നിധ്യം കെട്ടിപ്പടുക്കുന്നതിന് സ്ഥിരമായ പിന്തുണ ആവശ്യമാണ്. അറിയപ്പെടുന്ന ബ്രാൻഡുകൾക്ക് പോലും കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് ഈ കഥ കാണിക്കുന്നു. വിപണിയിലെ മാറ്റങ്ങളും പുതിയ എതിരാളികളും ഏറ്റവും ശക്തരായ പേരുകളെ പോലും സ്വാധീനിക്കും. എന്നിരുന്നാലും ഒരു നല്ല ബ്രാൻഡിന് തിരിച്ചു വരാൻ കഴിയും. 2019ലെ കെൽവിനേറ്ററിന്റെ പുനരുജ്ജീവനം അതിന് തെളിവാണ്. ശരിയായ പങ്കാളി ഉണ്ടെങ്കിൽ ഒരു ബ്രാൻഡിന് അതിന്റെ സ്ഥാനം വീണ്ടെടുക്കാൻ കഴിയും. ഇന്ന് കെൽവിനേറ്റർ വീണ്ടും സജീവമായിരിക്കുന്നു. ഇപ്പോൾ നിരവധി ശക്തരായ പ്ലേയേഴ്സ് ഉള്ള ഒരു മത്സര വിപണിയാണ് ഇത് നേരിടുന്നത്. ആധുനിക ഉപഭോക്താക്കൾ ഊർജ്ജക്ഷമതയുള്ളതും നൂതനവുമായ ഉൽപ്പന്നങ്ങൾ ആഗ്രഹിക്കുന്നു. ഗുണനിലവാരവും താങ്ങാനാവുന്ന വിലയും ഉപയോഗിച്ച് കെൽവിനേറ്റർ ഈ ആവശ്യങ്ങൾ നിറവേറ്റണം. ഇന്നത്തെ ബയ്യേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലാണ് പുതിയ കെൽവിനേറ്റർ ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെൽവിനേറ്ററിന്റെ യാത്ര മാറ്റത്തിന്റെയും പ്രതിരോധശേഷിയുടെയും ഒരു പാഠമാണ്. കാര്യങ്ങൾ തെറ്റായി സംഭവിക്കുമ്പോഴും ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമുണ്ടെന്ന് ഇത് കാണിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.